പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങള്? ഓ, ഞാൻ ഉമ്മോടാണ് ചോദിക്കേണ്ടത്. ഉമ്മ പറയൂ വിശേഷങ്ങളൊക്കെ ഫസ്റ്റ്. വിശേഷങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ? ആളുകളൊക്കെ കുറെ ഓ ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ ജോലി ഒന്നും ഇല്ലേ അനീഷിനെ സപ്പോർട്ട് ചെയ്യാനെന്ന്. ഓ പിന്നെ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമായിട്ട് ഇരിക്കുന്നോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സുഖമായിട്ട് വീട്ടിലെത്തിയിട്ട് വീട്ടിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് വരുന്നു. ആ പിന്നെ മീഡിയക്കാരെ കൊണ്ടൊക്കെ ബഹളമായിരിക്കും ഇല്ലയോ? അതും ഇതിന്റെ ഒരു ഭാഗല്ലേ. ആ പിന്നെ വീട്ടിൽ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? വീട്ടില് ഫാദറും മദറും പിന്നെ അനിയനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എന്തുവായാലും എനിക്ക് ഭയങ്കര സന്തോഷായി. എയർപോർട്ടിലും പുറത്തും ഒക്കെ ഭയങ്കരമായ സ്വീകരണമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതും അതാണ്. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് വിഷമമായി പോയി. പിന്നെ ഞാൻ അതിനുശേഷം അങ്ങനെ വീഡിയോകളൊന്നും ചെയ്യാതെ ഇരുന്ന്. പിന്നെ പിന്നെ എന്താണ് പിന്നെ അനീഷ് സുഖമായിട്ടിരിക്കുന്നെന്ന് അറിഞ്ഞതിൽ പിന്നെ ആരോ ഫ്ലാറ്റ് തന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വളരെയധികം സന്തോഷിച്ചു. അത് ഏത് കള്ളനാ അങ്ങനെ ഇല്ലാവചനം പറഞ്ഞത്? അത് ഓൾറെഡി ഞാൻ ആ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ല, അവരുടെ കാര്യങ്ങളും അവരുടെ ബിസിനസ്സും നടക്കാൻ വേണ്ടി ഇതേപോലത്തെ ഇല്ലാത്ത വചനങ്ങൾ പറഞ്ഞ കൊള്ളാം. അതെ അതെ. പിന്നെന്തൊക്കെയാ പറ. ഞങ്ങൾ ഉമ്മായി മോനും അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കും. വിളിച്ചാലും നിങ്ങൾക്ക് ഞാനും അതേപോലെയായിരുന്നു. വിളിച്ചിട്ട് മൊത്തം അങ്ങോട്ട് സംസാരിക്കും. ആളുകൾ പറഞ്ഞ് അനീഷ് ബ്രോയ്ക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുന്നു. അത് കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശേഷം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേരുടെയും ഉമ്മയുടെയും മോന്റെയും വിശേഷം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് ശരിക്കും പറയേണ്ടത്. പിന്നെ ഞാൻ എല്ലാരെയും കുറേശ്ശെ സപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ എന്റെ അടുത്ത് വിഷമായിരിക്കും. ഷാനവാസിനെ, എന്റെ കുടുംബത്തുള്ള മൊത്തം പേർക്കും ഷാനവാസിനെ ഇഷ്ടമാണ്. എന്റെ ആങ്ങളമാർക്കൊക്കെ ഷാനവാസിനെയാണ് ഇഷ്ടം. പിന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഷാനവാസിനെ ഇഷ്ടമായിരുന്നു. ഷാനവാസ് അതിൽ സംസാരിച്ചപ്പം തന്നെ ഞാൻ അവിടെ വന്ന് ഷാനവാസിനെ വഴക്ക് പറഞ്ഞിരുന്നു അന്ന്. ഒരിക്കലും ഒരു ക്ലൂവും കിട്ടിയിരുന്നില്ല. അനീഷിനെ ഞാൻ അന്ന് അവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. എന്താന്ന് വെച്ചാ PR-ന്റെ കാര്യം പറഞ്ഞില്ലേ അന്ന്. ഉമ്മായ വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ മൊത്തം പ്രേക്ഷകരടുത്ത് സംസാരിച്ചതുപോലെ ആയി. അത് തന്നെ ഇത് നോക്കിയിരുന്ന അവരെല്ലാരും നോക്കി. ഇപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ കൊല്ലത്തിന് ഞങ്ങൾ അഞ്ചല് പറഞ്ഞു ഉമ്മയെ വന്ന് കാണണം. ഉമ്മ ഇന്നും പറഞ്ഞ് അനീഷിനെ എനിക്ക് നേരിട്ട് കാണണം. അപ്പൊ എപ്പോഴേലും വരണം, ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ കാണാമല്ലോ. എന്റെ ഷാനവാസിനെ കൂടെ കൊണ്ടുവരണം വരുമ്പം. എനിക്ക് ഷാനവാസിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ എന്തായാലും അവിടേക്ക് വരുമ്പോ കാണാനായിട്ട് വരാം. തീർച്ചയായിട്ടും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് മതി, പതുക്കെ മതി. ഇപ്പം തിരക്കാണെന്ന് എനിക്കറിയാം. നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇപ്പം ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആണെന്ന്.